പാർട്ടിയെ ചതിച്ച പാർട്ടി ശത്രുക്കളോടൊപ്പം പോയ ജി സുധാകരന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത അധികാരങ്ങൾ അവസരങ്ങൾ നൽകിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ ശത്രുപാളയത്തിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ സിൻഡിക്കേറ്റ് മെമ്പറാക്കി, പ്രഥമ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, മുനിസിപ്പൽ ചെയർമാനാക്കി, 7 തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച, 4 തവണ MLA ആക്കി, 2 തവണ മന്ത്രിയാക്കി, ഇനിയും അധികാരത്തോട് അടങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയോട് ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ പാർട്ടി വിട്ടുപോയ ഈ ജി സുധാകരന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്നിട്ട് ആ പാർട്ടിയെ പുറംതള്ളി വേറൊരു പാർട്ടിയിലേക്ക് മാറുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഇത് നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഇടപെടൽ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം കോൺഗ്രസ് നടത്തിയ പരിപാടിയിൽ ഈ ജി സുധാകരൻ പങ്കെടുത്തിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയില്ലേ? വിട്ടുപോയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. പറവൂർ VS അച്യുതാനന്ദൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പ്രതിഷേധ സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പം മാറി ഏതാണ്ട് പറവൂർ സ്കൂളിന് സമീപമാണ് സമാപിക്കുന്നത്. അവിടെ വരെയാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധ മാർച്ചുകളൊക്കെ തന്നെ ഒരു 6 മണിക്ക് ശേഷമാണ് പാർട്ടി സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, നോയമ്പ് ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പലർക്കും നോമ്പ് തുറയും അതുപോലുള്ള മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ജനപങ്കാളിത്തമാണ് നമുക്ക് ഈ പ്രതിഷേധ മാർച്ചിൽ കാണാൻ സാധിക്കുന്നത്. ജി സുധാകരൻ്റെ വസതിയിൽ മുമ്പിൽ നിന്നാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പറവൂർ സ്കൂളിന് സമീപം ഉള്ള പൊതുയോഗ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും അതോടൊപ്പം തന്നെ സ്ത്രീകളടക്കം വലിയൊരു ജനപങ്കാളിത്തം സാധിക്കുന്നു. ഇതിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന മുദ്രാവാക്യവും വർഗവഞ്ചകനായിട്ടുള്ള ജി സുധാകരൻ എന്ന പേരിലാണ് മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ജി സുധാകരൻ പാർട്ടി വിട്ടുപോയതിന് പിന്നാലെ അല്ലെങ്കിൽ പാർട്ടി ശത്രുക്കളോടൊപ്പം ചേർന്നതിന് പിന്നാലെ ജനങ്ങളുടെ ഒരു വികാരം, അമ്പലപ്പുഴയിലെ ജനങ്ങളുടെ ഒരു വികാരം, ഏതാണ്ട് 2-3 തവണ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച മന്ത്രിയായ ജി സുധാകരനെ ജനങ്ങൾ വളരെ ഹൃദയത്തിലേറ്റിയ ഒരു നേതാവായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ. പക്ഷേ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ വഞ്ചിച്ച് പുറത്തുപോയതിലുള്ളൊരു പ്രതിഷേധമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്.